നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 755. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 755. 755 ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സർവം കർമ്മഫലം എന്നുള്ള ഭാഗമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് 25 ശ്ലോകമാണുള്ളത്. പക്ഷേ ആ 24 ശ്ലോകം കഴിയണതിൻ്റെ മുമ്പേ പേജ് ഒന്ന് കൂട്ടിപ്പിടിച്ചു. അപ്പോൾ 26-ാം സർഗത്തിൻ്റെ അവസാനത്തെ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, 24-ാമത്തെ ശ്ലോകം തന്നെ ശ്രദ്ധിക്കുക. ഏതിലെ സർവം കർമ്മഫലം എന്നുള്ളതിലെ 24-ാമത്തെ ശ്ലോകം, മനുഷ്യൻ ഈ വാസ്തവമോർത്തിടാതെ മരിക്കുവോളം തുടരും പ്രയത്നം. ഞാൻ എന്താ പിന്നെ വായിച്ചത്, ഒരേയൊരാത്മാവ് ഈ വണ്ണം രണ്ടുമാകുവതെങ്ങനെ? അതല്ല ശരി. അതാതു കാലങ്ങളിൽ മാത്രം അല്പലാഭം തരും നെൽകൃഷി എന്ന പോലെ. അതാണ് ശരി. വളരെ ശ്രദ്ധിക്കുക. അതായത് 24-ാമത്തെ ശ്ലോകം, മനുഷ്യൻ ഈ വാസ്തവമോർത്തിടാതെ മരിക്കുവോളം തുടരും പ്രയത്നം. ഏതുപോലെ? അതാതുകാലങ്ങളിൽ മാത്രം അല്പലാഭം തരും നെൽകൃഷി എന്ന പോലെ. ഇനി അതിൽ 25-ാമത്തെ ശ്ലോകമാണ് അവസാനിക്കുക. വിഘ്നങ്ങളില്ലാത്ത ശരിക്കു കർമ്മം ചെയ്തിടിൽ വിണ്ണാർന്നു സുഖിച്ചു വാഴാം. വിഘ്നങ്ങളില്ലാതെ ശരിക്ക് കർമ്മം ചെയ്തിടിൽ വിണ്ണാർന്ന് സുഖിച്ചു വാഴാം. അതായത് സൗഖ്യമായിട്ട് ദേവലോകത്തിൽ വസിക്കാം. എന്നാൽ ഇതിനും മറുഭാഗമൊന്നുണ്ടോർത്തിടണം ചെറ്റു വിവേകമുള്ളോൻ. സ്വർഗമല്ല, സ്വർഗത്തിനേക്കാൾ അങ്ങേ ഭാഗത്ത് ശാശ്വതമായൊരു ലോകമുണ്ട് എന്ന് ഭക്തജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഏത്? കർമ്മഫലം. അപ്പോൾ വിഘ്നങ്ങളില്ലാതെ ശരിക്കു കർമ്മം ചെയ്തിടിൽ വിണ്ണാർന്നു സുഖിച്ചു വാഴം. എന്നാൽ ഇതിനും മറുഭാഗമൊന്നുണ്ടോർത്തിടണം ചെറ്റു വിവേകമുള്ളോർ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമശനാശനെ ഉപാസന കാണ്ഡേ 24 സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 25-ാമത്തെ സർഗം വിഷയവൈരാഗ്യം. എങ്ങനെയാണ് സ്വർഗത്തിനും അപ്പുറമുള്ള ഒരു ഭാഗം ഒന്നുണ്ടെന്ന് ഓർത്തിടണം ചെറ്റു വിവേകമുള്ളോർ എന്ന് പറഞ്ഞില്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? വിഷയവൈരാഗ്യങ്ങളിൽ താല്പര്യം വരണം. എന്നാലാണ് മോക്ഷം കിട്ടുള്ളൂ. 1-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഇന്ദ്രാദിദേവതകളെ പൂജിച്ചാൽ വിണ്ണുപോയിടാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ദ്രാദിദേവതകളെ പൂജിച്ചാൽ വിണ്ണുപോയിടാം. സ്വർഗം കിട്ടാൻ ഇന്ദ്രനെ സേവിച്ചാൽ മതി. അവരെ പോലെ നുകരാം സ്വർഗീയ സുഖമാവതും. അതായത് രംഭ, തിലോത്തമ, അവർക്ക് മേലെയുള്ള ഉർവശി, അവരുടെ നാട്യങ്ങൾ കാണാം, അവിടുത്തെ മധുരസമ്പാനം ചെയ്യാം. പക്ഷേ മോക്ഷം കിട്ടില്ല. അപ്പോൾ അവരെ പോലെ നുകരാം സ്വർഗീയ സുഖമാവതും. 2-ാമത്തെ ശ്ലോകം, അടുത്തണഞ്ഞ ഉർവശിയും രംഭയും മറ്റുമങ്ങിനെ ആടിക്കുഴഞ്ഞുകൊണ്ടോരോ നർമ്മലാപങ്ങൾ ചെയ്യവേ. അതിനായിട്ട് ജനിക്കണമെന്ന് തോന്നും. അവിടെയാണ് തെറ്റുവരിക.
അടുത്തണഞ്ഞ ഉർവശിയും രംഭയും മറ്റും അങ്ങനെ ആടിക്കുഴഞ്ഞുകൊണ്ടോരോ നർമ്മലാപങ്ങൾ ചെയ്യവേ കേളിക്കേട്ടുള്ളതൻ പേരും കേമത്തങ്ങളുമോതിടാം. കേളി കേട്ടുള്ളതൻ പേരും ഞാൻ ഇന്ന നാട്ടിലെ ഇന്ന വീട്ടിലെ ഇന്ന പദവിയിലിരിക്കുന്ന ആളായിരുന്നു എന്ന് പറയാൻ തോന്നും. കേമത്തങ്ങളും മോതിടാം, കേമത്തരങ്ങൾ പറയാം. ഭഗവത് ശരണാംബോധങ്ങളിൽ മുട്ടാത്ത വീമ്പുകൾ. അപ്പോൾ ദേവലോകത്ത് എന്തേ പറഞ്ഞു കേൾക്കുള്ളൂ? ഭഗവത് ശരണാംഭോജങ്ങളിൽ മുട്ടാത്ത വീമ്പുകൾ ജൽപ്പിച്ചുകൊണ്ട് വെറുതെ സമയം പോക്കി വാണിടാം. അതാണോ ആവശ്യം? ഏത് സത്സംഗത്തിലാണ് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത്? അല്ലാണ്ട് ലൗകികമായ ഐശ്വര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സമയം കളയുന്ന സത്സംഗത്തിൽ പോരുത്. വളരെ തുറന്ന് ഞാൻ പറയണു, ഭാഗവതം സത്യം. ഭാഗവതത്തിലെ തത്വശാസ്ത്രങ്ങളാണ് സത്യം. കേളി കേട്ടുള്ളതൻ പേരും കേമത്തങ്ങളും മോതിടാം. ഭഗവത് ശരണാംബോധങ്ങളിൽ മുട്ടാത്ത വീമ്പുകൾ ജൽപ്പിച്ചുകൊണ്ടു വെറുതെ സമയം പോക്കി വാണിടാം. പെൺമണികളോടൊപ്പം വിമാനങ്ങളിലേറിടാം. അതൊക്കെ സാധിക്കും, പക്ഷേ ശാശ്വതമല്ല. പിന്നെയോ, ഇഷ്ടം പോലെ അമൃതം കൈകൊണ്ടൂറ്റിയൂറ്റി നുകർന്നിടാം. അമരാവതിയിൽ ചെല്ലാം അളകാപുരിയെങ്കിലും. എവിടേക്കൊക്കെ ചെല്ലാം? ഇഷ്ടം പോലെ അമൃതം കൈകൊണ്ട് ഊറ്റിയൂറ്റി നുകർന്നിടാം. അമരാവതിയിൽ ചെല്ലാം അളകാപുരിയെങ്കിലും. അപ്സര സ്ത്രീകൾ തൻ നൃത്തം പല ഗന്ധർവഗീതവും. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? എന്ത്? അപ്സര സ്ത്രീകൾ തൻ നൃത്തം പല ഗന്ധർവഗീതവും കണ്ടും കേട്ടും കുറേ കാലം വെണ്ണാട്ടിൽ വിഹരിച്ചിടാം. കുറേ കാലം അവിടെ കഴിയും. കുറച്ച് കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ടാർഗറ്റ് എത്തിയാൽ പിന്നെ അവിടുന്ന് താഴത്തേക്ക് വരണം, പിന്നെയും ഭൂമിയിൽ തന്നെ വന്ന് ജനിക്കണം. അപ്പോൾ പറഞ്ഞു, ആ മട്ടിൽ ആഴ്ച നാൾ പക്കം മാസം കൊല്ലങ്ങളിങ്ങനെ കടന്നു പോവതോർപ്പീല വിഷയാവേശവായ്പിനാൽ. സമയം പോണെന്നറിയില്ല. ആ മട്ടിൽ ആഴ്ച നാൾ പക്കം മാസം കൊല്ലങ്ങൾ അങ്ങനെ കടന്നു പോവതോർപ്പീല വിഷയാശവായ്പിനാൽ. പെട്ടെന്നൊരു ദിനം കാൺമീല അന്വേഷിപ്പതിനാരെയും. പരിഭ്രമിച്ചു കൊണ്ടയാൾ നടന്നങ്ങിങ്ങു നോക്കിയും. സ്വർഗലോകത്ത് നാട്ടി പറഞ്ഞേക്കേ, അവിടെ ഈ ചെയ്ത പുണ്യത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ ഭൂമിയിൽ വന്ന് ആദ്യം ജനിക്കണം. പെട്ടെന്നൊരു ദിനം കാൺമീല അന്വേഷിപ്പതിനാരെയും. പരിഭ്രമിച്ചു കൊണ്ടയാൾ നടന്നങ്ങിങ്ങു നോക്കിയും. നെടുവീർപ്പിട്ടും ഉച്ചത്തിൽ വിളിച്ചോരൊന്നു ചൊൽകവേ. മണിമാളികയും പൂട്ടിയൊരാൾ മിണ്ടാതെ പോകയാം. നിങ്ങളുടെ ഗുണത്തിനുള്ള അതെ ഭാഗ്യത്തിൻ്റെ ഭാഗ്യം കഴിഞ്ഞു. ഇനി നിങ്ങൾ ആദ്യം ഭാഗ്യം ചെയ്തിട്ട് വരുമെന്ന് പറയും. നെടുവീർപ്പിട്ടുമുച്ചത്തിൽ വിളിച്ചോരോന്ന് ചൊൽകവേ. മണിമാളികയും പൂട്ടി ഒരാൾ മിണ്ടാതെ പോകയാം. 10. വിളക്കില്ല വിരിപ്പില്ല വെള്ളമില്ലൊരിടത്തിലും. ഇരിപ്പാനും ഇടമില്ലേതും അമൃതില്ല എങ്ങും മാവിധം. എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു എന്നർത്ഥം. വിളക്കില്ല വിരിപ്പില്ല വെള്ളമില്ലൊരിടത്തിലും. ഇരിപ്പാനിടമില്ലേതും അമൃതില്ല എങ്ങും ആവിധം. ശുഭകർമ്മങ്ങളാകെ തീർന്ന അത്യന്തം ദുഃഖമാർന്നവൻ. ശുഭകർമ്മങ്ങളാൽ ഒക്കെ കഴിഞ്ഞു, അക്കൗണ്ട് ക്ലോസായി. ശുഭകർമ്മങ്ങളാകെ തീർന്ന അത്യന്തം ദുഃഖമാർന്നവൻ. കാലം പിടിച്ചു തള്ളിയിടെ കരഞ്ഞും കൊണ്ടു വീഴുകയാം. അവിടുന്നുള്ളൊരു പതനം സഹിക്കാൻ പറ്റില്ല. എവിടുന്ന്? ദേവലോകത്തുനിന്ന് ഭൂമിയിലേക്കുള്ളൊരു പതനം. പുണ്യങ്ങൾ ചെയ്തുള്ള മനുഷ്യനുണ്ടാം അവസ്ഥയാണീ ഉര ചെയ്തതെല്ലാം.
പുണ്യങ്ങൾ ചെയ്തുള്ള മനുഷ്യനുണ്ടാം അവസ്ഥയാണീ ഉര ചെയ്തതെല്ലാം. അതോർത്ത് വിണ്ണിൽ ചരിതങ്ങൾ കേട്ടു പരിഭ്രമിക്കായിക വിവേകമുള്ളോൻ. അപ്പോൾ സ്വർഗത്തിലെത്തണം എന്നുള്ള ധാരണയല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ സ്വർഗം പോലെ ജീവിക്കണം എന്ന് പറയരുത്. പട്ടാമ്പിയെ പോലെ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് ഭാഗവതം എടുത്ത് പാടാൻ തുടങ്ങിയാൽ ഈ ആമയും മുയലും കൂടി ഓടി ഓടത്തിൽ നമ്മളൊരു ആമയായി മുയലുകളെ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തും. അതാണ് എനിക്ക് നിങ്ങളോട് അത്രേ പറയുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ എനിക്കതൊന്നും പ്രശ്നമായിരുന്നില്ല. രാമകൃഷ്ണ ഗോവിന്ദ, അതാണ് രാമകൃഷ്ണ ഗോവിന്ദ, രാമകൃഷ്ണ ഗോവിന്ദ. അപ്പോൾ പുണ്യങ്ങൾ ചെയ്തുള്ള മനുഷ്യനുണ്ടാം അവസ്ഥ ആണ് ഉര ചെയ്തതെല്ലാം. അതോർത്ത് വിണ്ണിൻ ചരിതങ്ങൾ കേട്ട് പരിഭ്രമിക്കായിക വിവേകമുള്ളോൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ പഞ്ചവിംശ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഈ ഒരു പേജ് മറിഞ്ഞു പോയത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം ദുഃഖങ്ങളുണ്ടാവും എനിക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് തരാൻ സാധിച്ചില്ലല്ലോ ഈശ്വര എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും എനിക്ക്. അത് ഭഗവാൻ തീർത്തു തന്നു. അതാ പറഞ്ഞത്. ഇനി 26-ാം സർഗം ഈശ്വരോപാസന. ഈശ്വരോപാസന എങ്ങനെ ചെയ്യണം, അതിൻ്റെ വൈഷമ്യങ്ങളൊക്കെ തീർന്നാൽ എന്ത് ലാഭം ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത്. 1-ാം ശ്ലോകം. ദുസ്സംഗം മൂലം എന്നെന്നും ഇന്ദ്രിയങ്ങൾക്കധീനനായി. വളരെ സ്പഷ്ടമായിട്ട് പറയണു. ദുസ്സംഗം മൂലം എന്നെന്നും ഇന്ദ്രിയങ്ങൾക്കധീനനായി ഒരാൾക്കും ഉപകാരം ചെയ്യാതെയും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാതെ കണ്ട് നരയ്ക്കാന്നല്ലാണ്ട് ഒന്നുമില്ല. സജ്ജനങ്ങളെ മാനിച്ചിടാതെയും മണ്ണിൽ വേണ്ടുന്നതറിയാതെയും. വേണ്ടുന്നത് ശ്രീകൃഷ്ണ കഥാമൃതത്തിലും ഭാഗവതത്തിലും ഉണ്ടല്ലോ. കുറേശ്ശെ തരണത് വാങ്ങി കഴിച്ചൂടെ? എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ പാൽക്കായം വിൽക്കണ ആളെ പോലെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയല്ലേ എനിക്ക് പറ്റുള്ളൂ. ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ സന്തോഷത്തിന് യാതൊരു കമ്മിയുമില്ല. കാരണം ഞാൻ ആശ്രയദോഷം ഇല്ലാണ്ട് പോണേ ഗുരുവായൂരപ്പാന്ന് പ്രാർത്ഥിക്കണുള്ളൂ. എനിക്ക് അറിയണത് ഞാൻ പറയാണ്ടിരുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ ദുസ്സംഗം മൂലമെന്നെന്നും ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി ഒരാൾക്കും ഉപകാരം ചെയ്യാതെയും സജ്ജനങ്ങളെ മാനിച്ചിടാതെയും മണ്ണിൽ വേണ്ടുന്നതറിയാതെയും കട്ടും കവർന്നും കാമിച്ചും കലഹിച്ചും ദിനം പ്രതി കണ്ടോരോടൊക്കെയും തട്ടിക്കയർത്തും മറ്റും ആവിധം ശബ്ദരൂപാദിയിൽ തന്നെ മയങ്ങി മരണം വരെ പരദ്രോഹം പ്രാണിഹിംസ മുമ്പായ പല പാപവും ചെയ്തു ജീവിച്ച ദുഷ്ടന്നു നരകം മാത്രമാം ഗതി. പരദ്രോഹം പ്രാണിഹിംസ മുമ്പായ പല പാപവും ചെയ്തു ജീവിച്ച ദുഷ്ടന് നരകം മാത്രമാം ഗതി. അവിടം വാഴുവാൻ തക്ക പാപം പോരാകിൽ ആ നരൻ കൈകാൽ കണ്ണില്ല കാതില്ല ചിലതങ്ങിനെ. പലതരത്തിലുള്ള ഭൂമിയിൽ നേരെ ചൊവ്വ വാഴാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞതേ. അപ്പോഴാണ് കണ്ണില്ല കാതില്ല ചെവിയില്ല, അന്ധനായിട്ടും മുടന്തനായിട്ടും ബധിരനായിട്ടും മൂകനായിട്ടും വരിക ആണ്. ആലോചിച്ചു. എല്ലാം ഉണ്ടായാൽ തന്നെ സംതൃപ്തി ഇല്ലെങ്കിൽ പിന്നെ അടുത്ത കാര്യം ആലോചിച്ച് നോക്കൂ.
അപ്പോൾ കൈകാലുകളില്ല, കണ്ണില്ല, കാതില്ല, ചിലതങ്ങനെ ജനിക്കും പാപശേഷത്തെ ഉണ്ണുവാൻ പറ്റും ആ വിധം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തീക്കനലുണ്ട്. എന്താ അത്? എനിക്കൊരു ചേട്ടത്തിയുണ്ട്, കണ്ണ് കാണില്ല. പക്ഷേ അവൾക്ക് ഈശ്വരാധീനം അങ്ങേയറ്റം. എന്നെപ്പോലെ ഞാനും എൻ്റെ ഏട്ടനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ്. പക്ഷേ തട്ടലും മുട്ടലും അവരെന്നെ അനുഭവിക്കണ്ടേ? അപ്പോൾ ആധ്യാത്മികതയുടെ അങ്ങേ തല കണ്ടിട്ടാണ് അവൾ പാടിയിട്ടും നാമം ചൊല്ലിയിട്ടും കർപ്പൂരം കാണിച്ചിട്ടും ചന്ദനത്തിരി കാണിച്ചിട്ടും വളക്ക് കൊളുത്തിയിട്ടും എത്ര പ്രാവശ്യമാണ് കയ്യെ ചുടണതെന്ന് അറിയില്ല. ചുട്ടിട്ട് കയ്യിന് ചൂടറിയാതെ ഉണ്ടയ്യ അവർക്ക്. ഷീസ് 83 നോ. അതൊന്നുമില്ലാണ്ട് നാട്ടിൽ ലോട്ടറി വിറ്റ് വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ചില കേമന്മാർ അവരുടെ നിന്ന് തട്ടിപ്പറിച്ച് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോവുക, കാശ് കൊടുക്കാതെ ഇരിക്കുക. ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ളവരുടെ കഷ്ടകാലം ആലോചിച്ച് നോക്കൂ. പ്രശ്നമുണ്ടോ? അപ്പോൾ ജനിക്കും പാപശേഷത്തെ ഉണ്ണുവാൻ പറ്റും ആ വിധം സംസാരത്തിൽ അലിഞ്ഞിടും ജീവനെന്തൊരു സൗഖ്യമാം. കള്ളു കുടിച്ചാൽ സുഖമാണെന്ന് പറയാന്നല്ലാണ്ട് സത്യത്തിൽ ജന്മം തന്നിട്ടുള്ള അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും കല്യാണം കഴിച്ച ഭാര്യ അടക്കം ശപിക്കല്ലേ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് പറയും. കാലാത്മാവാം എന്നിൽ. അപ്പോൾ ജനിക്കും പാപശേഷത്തെ ഉണ്ണുവാൻ പറ്റും ആ വിധം സംസാരത്തിൽ അലിഞ്ഞിടും ജീവനെന്തൊരു സൗഖ്യമാം. ഒന്നുമില്ല പറഞ്ഞത്. കാലാത്മാവാം എന്നിൽ നിന്ന്, ഭഗവാൻ തന്നെ പറഞ്ഞു, കാലാത്മാവാം എന്നിൽ നിന്ന് ഭയമില്ലാതൊരുത്തനും പാരിലില്ല എങ്ങും ആ കൽപ്പം ജീവിക്കുന്നവനാകിലും. കൽപ്പകാലം ആയുസ്സുള്ളവനാണെങ്കിലും എന്നെ ഭയമില്ലാണ്ട് ജീവിക്കരുതെന്നാണ് പറഞ്ഞത്. അത്രയും സങ്കീർണമായിട്ടുള്ള ജീവിതചര്യകൾ. കാലാത്മാവാം എന്നിൽ നിന്നു ഭയമില്ലാതൊരുത്തനും പാരിലില്ലെങ്ങും ആ കൽപ്പം ജീവിക്കുന്നവനാകിലും. നശിക്കും ഒരു നാളേതു ലോകവും ലോകപാലനും. നശിക്കും ഒരു നാൾ ഏത് ലോകവും ലോകപാലനും. എത്ര വലിയ മണിമാളികയിൽ താമസിക്കുകയാണെങ്കിലും ശരി, ഒരു ദിവസം അതാ താഴെ വീഴും. അപ്പോൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നശിക്കും ഒരു നാൾ ഏതു ലോകവും ലോകപാലനും. ഭീതനാം ദ്വിപരാർത്ഥായുസ്സായോൻ ബ്രഹ്മാവ് കൂടി. ബ്രഹ്മാവിനു കൂടി നാശമുണ്ട്. ഒന്നും ചെയ്യാത്തൊരീ ജീവൻ പലവുണ്ണുവതെങ്ങിനെ. മൈ ഗോഡ്. ഒന്നും ചെയ്യാത്തൊരീ ജീവൻ ഫലം ഉണ്ണുവതെങ്ങിനെ. അതാണ് ഈശ്വരോപാസന നിങ്ങൾ ചെയ്യണമെന്ന് പറയാൻ കാരണം. തത്വശാസ്ത്രങ്ങൾ സ്വയം ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്യാത്തൊരീ ജീവൻ ഫലം ഉണ്ണുവതെങ്ങിനെ. കർത്തൃത്വം തീരെയില്ലാത്തോൻ ഭോക്താവാകുവതെങ്ങിനെ. കർമ്മം ഞാൻ ഇന്ന കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയില്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം എങ്ങനെ ഭുക്തനാവുക? ഭുക്തിമുക്തിപ്രദാം. ഭഗവാൻ ആരാ? ഭുക്തിയും മുക്തിയും തരുന്ന ആളാണ്. കർത്തൃത്വം തീരെയില്ലാത്തോൻ ഭോക്താവാകുവതെങ്ങനെ. ഇപ്പം ഇല്ലേ, പിന്നെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ പരാലിസിസ് ബാധിച്ചൊരു കുട്ടിയുണ്ട്. ആ അച്ഛനമ്മയ്ക്കും എന്താ ആദ്യം ഉണ്ടാവുക? ഞങ്ങളുടെ കാലശേഷം ഇയാളെ ആരാണ് ശ്രദ്ധിക്കുക? അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാൽ തന്നെ ടു മീറ്റ് ബോത്ത് എൻഡ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതിനാവുന്നില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? അതാണ് പറഞ്ഞത്. കർത്തൃത്വം തീരെയില്ലാത്തോൻ ഭോക്താവാകുവതെങ്ങനെ. ഞാൻ സിൻസിയറായിട്ട് പറയാം, ഇത്രയും ലളിതമായിട്ടുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഭാഗവതം ആഖ്യാനം വായിച്ചാലും മനസ്സിലാവില്ല. ഈ ശ്രീകൃഷ്ണ കഥാമൃതം താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിനെ നമസ്കരിക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല. വെറുതെയാണോ അദ്ദേഹം എഴുതിയത്? 6-7 കൊല്ലം പുറപ്പെടാശാന്തിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു 75 കൊല്ലം മുമ്പേ ജോലി ചെയ്തിട്ടൊരു ആളാണ്.
അപ്പോൾ കർത്തൃത്വം തീരെയില്ലാത്തോൻ ഭോക്താവാകുവതെങ്ങനെ? ദേഹേന്ദ്രിയാദി ഗുണകാരങ്ങളൊട്ടൊട്ടു നിന്നവൻ ദേഹേന്ദ്രിയാദി ഗുണകാരങ്ങളോടൊട്ടി നിന്നവൻ അതായത് വിഷയങ്ങളിൽ ഒട്ടി നിന്നവൻ അതാതായി തീർന്നു കർത്താവും ഭോക്താവും മറ്റുമാകയാം. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ദേഹേന്ദ്രിയാദി ഗുണകാരങ്ങളോടൊട്ടി നിന്നവൻ അതാതായി തീർന്ന കർത്താവും ഭോക്താവും മറ്റുമാകയാം. നല്ലത് ചെയ്താൽ നന്മ, ചീത്ത ചെയ്താൽ ദുഷ്ടൻ. അത്രയേ ഉള്ളൂ. കർമ്മങ്ങൾ ചെയ്വതാം ആത്മാവിൽ ഇന്ദ്രിയം ത്രിഗുണോത്ഭവം. വാട്ട് എ പോയിന്റ് എന്ന് എഴുതി വെച്ചിരുന്നത് ഇവിടെ. കർമ്മങ്ങൾ ചെയ്വത് ആത്മാവല്ല, ഇന്ദ്രിയം ത്രിഗുണോത്ഭവം. ശ്രദ്ധിക്കണം. കർമ്മങ്ങൾ ചെയ്വത് ആത്മാവല്ല, ഇന്ദ്രിയം ത്രിഗുണോത്ഭവം. തമസ് രജസ് സാത്വികം. അതാണ് പിന്നെ സുഖദുഃഖങ്ങളായിട്ട് മാറുന്നത്. ഇന്ദ്രിയങ്ങളെ ഓരോന്നിൽ പ്രവർത്തിപ്പതോ ഗുണം. അപ്പോൾ കയ്യ്, കാല്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഉപസ്ഥം, ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്നതാരാ? ഇന്ദ്രിയങ്ങളെ ഓരോന്നിൽ പ്രവർത്തിപ്പതോ ഗുണം. പ്രകൃതിയുടെ ഗുണം, ആത്മാവിൻ്റെ ഗുണമല്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കാര്യത്തിൽ യു ആസ്ക് മീ എനി ക്വസ്റ്റ്യൻ, ഐ വിൽ ക്ലാരിഫൈ. കാരണം എന്താ, ഞാനൊരു 4.5 കൊല്ലം കഴിഞ്ഞു ഈ ഒരു ഫീൽഡിൽ. ഇതന്നെ എനിക്ക് പണി. സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭാഗവതം, ദേവീ ഭാഗവതം, രാമായണ തത്വപ്രഭാഷണം, വിഷ്ണു സഹസ്രനാമത്തിന് ആഖ്യാനം, പിന്നെ ശ്രീകൃഷ്ണ കഥാമൃതം, ശ്രീമദ് ഭാഗവതം മൂലം, വാട്ട് നോട്ട്. അപ്പോൾ എനിക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ വയ്യാതെയുണ്ടായി ഇപ്പോൾ. എന്താ കാരണം? അത്രയും ഞാൻ ഇതിൽ ലീനമായി കഴിഞ്ഞു. അത് വേറെയുള്ളവർക്ക് ഉപകാരമാവണമെന്ന് താല്പര്യമുണ്ട് ഇനി. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവിന് ഈ വിധം തന്നെ ഭോക്തൃത്വവും ഉപാധിയിൽ ഗുണകാര്യങ്ങളാം ദേഹം ഇന്ദ്രിയാദികളിൽ വീഴുകയാൽ. എന്താ പറഞ്ഞത്? ആത്മാവിന് ഈ വിധം തന്നെ ഭോക്തൃത്വവും ഉപാധിയിൽ. ആത്മാവിനില്ല, ശരീരത്തിനാണ്. പക്ഷേ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നമുക്ക് അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഗുണകാര്യങ്ങളാം ദേഹേന്ദ്രിയാദികളിൽ വീഴുകയാൽ കാൺമതും കേൾപ്പതും മറ്റും ഞാനും എൻ്റേതും ഇങ്ങനെ. കാണുന്നതും കേൾക്കുന്നതും മറ്റും ഞാനും എൻ്റേതുമിങ്ങനെ അഹങ്കരിക്കയാൽ മാത്രം അഖിലം ബേസി നിൽക്കയാം. ഉത്തരം താങ്ങുന്ന പല്ലീനെ പോലെ ആവുകയാണ് നമ്മൾ. ഉത്തരം താങ്ങുന്ന പല്ലി സുഖമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. എന്താ തലയ്ക്കൊരു കനം, ഞാനല്ല ഇതൊക്കെ നടത്തണത്, അങ്ങനൊരു ഇതിൽ വരാൻ പാടില്ല. അഹങ്കരിക്കയാൽ മാത്രം അഖിലം ബേസി നിൽക്കയാം. സത്വാദിക്കനുയോജിച്ച പല ദേഹവും അറിഞ്ഞിവൻ. സത്വാദി, ചിലവർക്ക് സത്വാദി, ചിലവർക്ക് രാജസം, ചിലവർക്ക് താമസം, ചിലവർക്ക് സമ്മിശ്രം. സത്വാദിക്കനുയോജിച്ച പല ദേഹവും അറിഞ്ഞിവൻ. അതാതിൻ തക്ക തൊഴിലും ചെയ്തുകൊണ്ടാഗ്രഹങ്ങളും. അതാതിൻ തക്ക തൊഴിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്പൂതിരിയായിട്ട് ജനിച്ചവൻ മുഴുവൻ ഗുരുവായൂർ ചീഫ് പ്രീസ്റ്റാവുണ്ടോ? ഇല്ല. അവിടെ ആനപ്പുറത്ത് കയറിയിട്ടും അവിടുത്തെ പിന്നെ തടപ്പുള്ളിയിലെ പാചകക്കാരനായിട്ടും അല്ലെങ്കിൽ ചന്ദനം അരയ്ക്കുന്നവനായിട്ടും അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, അതാതിൻ തക്ക തൊഴിലും ചെയ്തുകൊണ്ടാഗ്രഹങ്ങളും വളർത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് മന്നിതിൽ. ഇന്ദ്രിയങ്ങൾ നമ്മുടെ അടിമകളായിരിക്കണം. ഇന്ദ്രിയങ്ങളുടെ അടിമ നമ്മളാവരുത്. അതാണ് ഈ വേദാന്തം പറഞ്ഞത്. വളർത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. മന്നിതിൽ വാണിയിടും മന്നാൾ വരെയും നാമരൂപാധിഭേദവും. നാമവും രൂപവും ഏതുവരെ? ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിട്ട്. സത്സംഗം കൊണ്ട് മോക്ഷം നേടിയ ഒരാൾക്ക് എന്താ നല്ലത് പറയാനേ ഉള്ളൂ, ചീത്ത പറയാനില്ല.
അല്ലേ? കാമവും കർമ്മവും മറ്റും നിമിത്തം ഉളവാം ഭയം. ആർക്കാ ഭയം? കാമവും കർമ്മവും മറ്റും നിമിത്തം ഉളവാം ഭയം. ശത്രുമിത്രാദിഭേദങ്ങൾ നീങ്ങുകില്ലെന്നുമാകയാൽ. ശത്രുമിത്രാദിഭേദങ്ങൾ നീങ്ങുകില്ലെന്നുമാകയാൽ ദേഹോപാസന വിട്ട് ഈശ്വരോപാസനയിൽ മാത്രമാം. ദേഹത്തെ ഉപാസിക്കാതെണ്ടിരിക്കുക, ശരീരത്തിനെ ഉപാസിക്കരുത്, ഈശ്വരനെ ഉപാസിക്കുക. പ്രശ്നമുണ്ടോ? ശരീരത്തെ ഉപാസിക്കരുത്, ഈശ്വരനെ ഉപാസിക്കുക. ദേഹോപാസന വിട്ട് ഈശ്വരോപാസനയിൽ മാത്രമാം മുഴുകിയിടേണ്ടത് ഈ മർത്യജന്മം കൈവന്ന ഭാഗ്യവാൻ. മർത്യജന്മം കിട്ടിയവർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. അത് ചെയ്യണില്ല നമ്മൾ. കാലം, ശരീരം, നിഗമം, ലോകം, ധർമ്മം, സ്വഭാവവും എല്ലാം ഞാൻ തന്നെ പലതായി കാണുകയാം മായ കാരണം. കാലം, ശരീരം, നിഗമം, ലോകം, ധർമ്മം, സ്വഭാവവും എല്ലാം ഞാൻ തന്നെ പലതായി കാണുകയാം മായ കാരണം. ആകയാൽ മതിയുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ വെറും കർമ്മപരിശ്രമം വെടിഞ്ഞ് ഭഗവത് പാദം ഭജിച്ചിടണമാവതും. ആകയാൽ മതിയുണ്ടെങ്കിൽ വെറും കർമ്മപരിശ്രമം വെടിഞ്ഞു ഭഗവത് പാദം ഭജിച്ചിടണം ആവതും. ഇത്രയും കേട്ടു ചോദിച്ചാൻ ഉദ്ധവൻ. ഇതിപ്പോൾ ആരാ പറഞ്ഞത്? ഇത്ര നേരം ഭഗവാനാണ് ഉദ്ധവരോട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഭഗവാനാണ് പറയണത്. പറഞ്ഞ വിഷയോ? അപ്പോൾ ഇത്രയും കേട്ട് ചോദിച്ചാൻ ഉദ്ധവൻ തൊഴുതീ വിധം. പാത്രത്തിൽ ചൂട് തട്ടിയിടും അരി വേവുകയില്ലയോ? അരി നേരിട്ടിട്ട് അഗ്നിയായിട്ട് സംബന്ധമുണ്ടോ? ഇല്ല. പാത്രം ചൂടാക്കണു, തീയെ. ആ പാത്രത്തിലുള്ള വെള്ളം തിളയ്ക്കണു, അതിൽ അരി വേവണു. നേരെ മറിച്ച് വെള്ളം ഇല്ലെങ്കിൽ അരി വേവുമോ? ഇല്ല. ഇത്രയും കേട്ടു ചോദിച്ചാൻ ഉദ്ധവൻ തൊഴുതീ വിധം. പാത്രത്തിൽ ചൂട് തട്ടിയിടും അരി വേവുകയില്ലയോ? ദേഹത്തിൽ വാണിടും ജീവൻ ബദ്ധനാകായ് വതെങ്ങിനെ. സംശയമാണ്. ദേഹത്തിൽ വാണിടും ജീവൻ ബദ്ധനാകായ് വതെങ്ങിനെ ചോദിക്കണം. ആകാശം പോലെ മുട്ടാതെ വാഴിലെങ്ങിനെ ബദ്ധനാം. ആകാശം പോലെ മുട്ടാതെ വാഴിലെങ്ങിനെ ബദ്ധനാം. മുക്തി നേടേണ്ടതല്ലെങ്കിൽ നിത്യമുക്തനുമല്ലയോ? മുക്തി നേടേണ്ടതല്ലെങ്കിൽ നിത്യമുക്തനല്ലയോ? ഇനി വരുന്ന 2 വരിയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഈ 24-ാമത്തേന്ന് 25-ൽ ഒരേ ഒരാത്മാവീ വണ്ണം രണ്ടുമാകുവതെങ്ങനെ. ഒരു പേജ് അങ്ങനെ എക്സ്ട്രാ മറിച്ച് പോയി. അതിൽ എത്ര സീരിയസ് സബ്ജക്റ്റാണ് എനിക്ക് മിസ്സായത്. എന്നിട്ട് 23 ഈ സർഗത്തിലെ 26-ാം സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 23. അവർ തൻ ദിനചര്യയും അവരെ കണ്ടറിയേണ്ട മാർഗവും അറിവാൻ കൊതി പൂണ്ട ഭക്തനോടരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. അവർ തൻ ദിനചര്യയും പറയാണ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അവർ തൻ ദിനചര്യയും ശരിക്കവരെ കണ്ടറിയേണ്ട മാർഗവും അറിവാൻ കൊതി പൂണ്ട ഭക്തനോടരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷഡ്ഡിംശ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.